ഒരേ സമയം പല വിവാഹ ജീവിതങ്ങൾ, വിവിധയിടങ്ങളിൽ താമസം, സിനിമയെ പോലും വെല്ലുന്ന കഥകളാണ് എറണാകുളം കാഞ്ഞിരമറ്റ സ്വദേശിനി രേഷ്മയുടേത്. വിവാഹ തട്ടിപ്പ് കേസിലെ പ്രതിയായ രേഷ്മ ആരെയൊക്കെ കബളിപ്പിച്ചെന്ന കാര്യത്തിൽ പോലീസിന് കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല. ഇവർ സാമ്പത്തികമായി ആരെയും വഞ്ചിച്ചിട്ടില്ലെങ്കിലും വിശദമായ അന്വേഷണം നടത്താൻ പ്രതിയെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. ശനിയാഴ്ച വൈകിട്ട് 5 മണി വരെയും കസ്റ്റഡിയിൽ ലഭിച്ച പ്രതിയെ കോട്ടയം, തൊടുപുഴ തുടങ്ങിയ സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. രേഷ്മയെ 3 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നാണ് ആര്യനാട് പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ 3 ദിവസത്തെ കസ്റ്റഡി ആവശ്യമില്ല എന്ന് പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചു. ആര്യനാട് സ്റ്റേഷനിലെ കേസുമായി ബന്ധപ്പെട്ട് എല്ലാ തെളിവുകളും കിട്ടിയതായും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി. അതേസമയം കോട്ടയം, തൊടുപുഴ, വാളകം തുടങ്ങിയ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുക്കണം എന്നായിരുന്നു പോലീസിന്റെ വാദം. ഇത് അംഗീകരിച്ചാണ് നെടുമങ്ങാട് കോടതി രേഷ്മയെ ശനിയാഴ്ച വൈകിട്ട് വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ആദ്യം വിവാഹം ചെയ്ത എറണാകുളം സ്വദേശി മുതൽ തൊടുപുഴ, കോട്ടയം, കൊട്ടാരക്കര, വാളകം, വൈക്കം, തിരുമല, ആര്യനാട് എന്നിവിടങ്ങളിൽ കബളിപ്പിക്കപ്പെട്ടവരെ പറ്റിയുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. കൂടുതൽ പരാതികളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. 2024 മുതൽ വിവാഹം ചെയ്തവരുടെ വിവരങ്ങളും വീടും മാത്രമേ രേഷ്മ പോലീസിനോട് കൃത്യമായി പറഞ്ഞിട്ടുള്ളൂ. ആര്യനാട്ടെ തെളിവെടുപ്പിന് ശേഷം തൊടുപുഴ കാവുംപുറത്തും വാളകത്തും കോട്ടയത്തുള്ള ഭർത്താവിന്റെ വീട്ടിലും രേഷ്മയെ തെളിവെടുപ്പിനെത്തിക്കും. ഇവർക്ക് സ്വർണവും പണവും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കും. വിവാഹങ്ങൾ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയല്ലെന്നും സ്നേഹം മാത്രമായിരുന്നു ലക്ഷ്യമെന്നുമാണ് രേഷ്മ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. രേഷ്മയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പഞ്ചായത്ത് അംഗത്തിന്റെ സുഹൃത്തായ ഉഴമലക്കൽ പഞ്ചായത്തിലെ മെമ്പറുടെ വീട്ടിലായിരുന്നു കല്യാണത്തലേന്ന് രേഷ്മയെ പാർപ്പിച്ചത്. കല്യാണ ദിവസം രേഷ്മയുടെ പെരുമാറ്റത്തിലെ അസ്വാഭാവികതയെ തുടർന്ന് ബാഗ് പരിശോധിച്ചപ്പോഴാണ് തട്ടിപ്പ് പുറത്തായത്. മുൻ വിവാഹത്തിന്റെ രേഖകൾ ബാഗിൽ നിന്ന് ലഭിച്ചതിനെ തുടർന്ന് പോലീസ് നാടകീയമായി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ന്യൂസ് 18 നെയ്യാറ്റിൻകര.